ഹായ് എവരിവൺ. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ഇഡാപ്റ്റ് ഓൺലൈനിൽ നിന്നും നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ആക്സസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ ഞാനിവിടെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. online.idap.me എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ URL വരുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ ഹോം പേജ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കോഴ്സസും അതേപോലെ തന്നെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ടോപ്പിലായിട്ട് നിങ്ങൾക്ക് കോഴ്സ് സെർച്ച് ചെയ്യാനോ അതേപോലെ തന്നെ കോഴ്സസ്, ബ്ലോഗ്, വാലിഡേറ്റ് സർട്ടിഫിക്കറ്റ്, വെബിനാർ, മൈ ഡാഷ്ബോർഡ് എന്ന രീതിയിൽ കാണാൻ പറ്റും. എഗെയിൻ ഒരു കാർട്ടിന്റെ ഐക്കൺ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ പ്രൊഫൈലിൽ ഒരു ഐക്കണും വരുന്നുണ്ട്. സോ നിങ്ങൾ ഓൾറെഡി കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കോഴ്സ് ആക്സസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ ഇവിടെ മൈ ഡാഷ്ബോർഡിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിയിട്ടുള്ള കോഴ്സുകളുടെ ഏരിയാസിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. സോ ഇവിടെ ആക്റ്റീവ് കോഴ്സസ് എന്ന് പറയുന്ന ഒരു ഏരിയാസിലായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന കോഴ്സുകളുടെ ലിസ്റ്റ് ഇവിടെ കാണുന്നുണ്ടാവാം. സോ ഇവിടെ ആദ്യത്തെ 4 വരുന്നത് സാധാ കോഴ്സുകളാണ്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള പാക്കേജുകളാണ്. അതായത് പാക്കേജ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വരുന്ന കോഴ്സുകളാണ് നമ്മൾ പാക്കേജ് എന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിത്ത് പ്രോംപ്റ്റ് എഞ്ചിനീയർ വരുന്നുണ്ട്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പ്ലസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലസ് കോപ്പി റൈറ്റിംഗ് വരുന്നുണ്ട്. സോ ഈ 3 കോഴ്സുകൾ ഉള്ളതാണ് ഈ ഒരു പാക്കേജ് എന്ന് പറയുന്നത്. സോ ഇത്രയും കോഴ്സുകൾ ഞാൻ എൻ്റെ അക്കൗണ്ട് വെച്ചിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഒരു കോഴ്സിലൊന്ന് ജസ്റ്റ് എക്സാമ്പിൾ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. സോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കോഴ്സിന്റെ നേരിലേക്ക് പ്രവേശിക്കുന്നതാണ് ഹോം പേജിലേക്ക്. സോ നിങ്ങൾക്ക് ഇവിടെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. സോ ഇതാണ് കോഴ്സിന്റെ പേജ് വരുന്നത്. ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് വേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് വീഡിയോ ക്ലിക്ക് ചെയ്യാം. മൊഡ്യൂൾസുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ട്. ഓക്കെ, സോ ഇനി നമുക്കിവിടെ ജസ്റ്റ് ബാക്ക് സെലക്ട് ചെയ്യാം, ബാക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ അഗൈൻ നമ്മുടെ ആക്റ്റീവ് കോഴ്സസിന്റെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നമുക്കിവിടെ ഇഡാപ്റ്റ് ഓൺലൈൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ ഹോം പേജിലേക്കായിരിക്കും നമ്മൾ പ്രവേശിക്കുക. സോ നമ്മൾ മൈ ഡാഷ്ബോർഡിലാണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ പർച്ചേസ് വരുന്നുണ്ട്, മൈ പ്രൊഫൈൽ ലോഗൗട്ട്. മൈ പർച്ചേസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ നിങ്ങൾക്ക് ആക്റ്റീവ് ആയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള കോഴ്സുകളുടെ ലിസ്റ്റിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഏത് കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. സോ ഈ 2 രീതിയിലാണ് നിങ്ങൾ ഓൾറെഡി ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കോഴ്സുകൾ പൂർണ്ണമായിട്ടും കാണാൻ പറ്റുന്ന രീതിയാണ്. ഇപ്പോൾ 2 മെത്തേഡുകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് മൈ ഡാഷ്ബോർഡ്, അതേപോലെ തന്നെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ പർച്ചേസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്.